ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിങ്സ് പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിങ്സ് ഫാൻഡം ട്രൂ വയർലെസ് ഇയർബഡ്സിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഇത് അതിൻ്റെ വിൻ്റർ എഡിഷൻ ആണ്. ഇത് ഓൾറെഡി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സോ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വിങ്സിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. ഫെഡലായിട്ട് അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഭാഗത്തായിട്ട് അതിൻ്റെ കുറച്ച് കീ സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ്, ലെസ് ദാൻ 65 mm ലാഗ്, 12 mm ഡൈനാമിക് ഡ്രൈവർ, മെംസ് മൈക്രോഫോൺ, IPX5, സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്, ടോട്ടൽ 20 years ഓഫ് പ്ലേ ടൈം ആൻഡ് ഫുൾ ടച്ച് കൺട്രോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ പ്രൈസിങ് കൊടുത്തിരിക്കുന്നത് 4999 രൂപയെന്നാണ്. ബട്ട് അത്രയൊന്നുമില്ല ഇതിൻ്റെ വില. ഏകദേശം 2000 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. കൂപ്പൺ കോഡും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കറക്റ്റായിട്ട് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപയ്ക്കായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. ബോക്സിൻ്റെ പാക്കേജിങ് വിങ്സ് ഫാൻഡം 500 നിന്ന് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് കൊടുത്തിട്ടുള്ളത്. താഴ്ന്ന് മുകളിലോട്ട് പുള്ള് ചെയ്യണം. ഇതിൻ്റെ സീലൊക്കെ ഓൾറെഡി ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബോക്സ് ഓപ്പൺ ചെയ്യുന്നിടത്ത് മുന്നിലായിട്ട് തന്നെ നമ്മുടെ ഡിവൈസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിങ്സിൻ്റെ ഫാൻഡം TWS. സോ നമുക്ക് ഇതിനകത്ത് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വൈറ്റ് കളർ ടോപ്പ് ഷീൽ നമ്മളൊന്ന് മാറ്റുകയാണെങ്കിൽ ബോക്സിൻ്റെ കണ്ടൻസ് കാണാനായിട്ട് സാധിക്കും. ബോക്സിൻ്റെ താഴ്ന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വിങ്സ് ഫാൻഡത്തിൻ്റെ ഒരു യൂസർ മാനുവലാണ്. ഒരു ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് 2 ഇയർ ടിപ്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ചെറുതും കിട്ടുന്നുണ്ട്, വലുതും കിട്ടുന്നുണ്ട്. നോ ഹാസൽലെസ് ഗ്യാരണ്ടി. ഇതിനെപ്പറ്റി നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർബാണ്. തറയിൽ വീണാലും ഒന്നും പറ്റില്ല. നമുക്ക് 100% ആണ് കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നത്. ഓക്കെ, അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ TWS. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് ആണ് കിട്ടുന്നത്. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ലൈറ്റ് നിങ്ങൾക്ക് കുറച്ച് അനോയിങ് തോന്നുന്നത്. ഡിസൈൻ ആൻഡ് ബിൽഡിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു TWSൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കൊള്ളില്ലെന്നല്ല ഞാൻ പറയുന്നത്, നല്ല കിടിലൻ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഇതിന് ഡിസൈനിങ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബാറ്റ്മാൻ്റെ കണ്ണിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ബാക്കിലായിട്ട് നമുക്ക് ടൈപ്സ് എടുക്കാനുള്ള പോർട്ട് കാണാനായിട്ട് പറ്റും. താഴ്ഭാഗത്ത് ബാച്ച് നമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നില്ല. സോ ഇതിൻ്റെ ഐ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ 2 LED ഇൻഡിക്കേറ്റേഴ്സും ആ ഒരു ബാറ്റ്മാൻ്റെ ഐ ഫീൽ ഇടുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല പാറ്റേൺ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. വിങ്സിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് കുറച്ച് അപ്പ് ആൻഡ് ആരോ ഡൗണിൽ നമുക്കൊരു കിടിലൻ ഡിസൈൻ ഫീലും കൂടെ കാണാനായിട്ട് പറ്റും. ആൻഡ് ടോട്ടലി ദാറ്റ് ഈസ് സോ ഓസം എന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. ഫ്രണ്ട് ഭാഗം ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ട് വേറെ രീതിയിൽ, അതായത് നമുക്കൊരു സ്പിറിക്കൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു ഷേപ്പിങ്ങും കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ലൈറ്റ്നിങ് പ്ലേസിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ആ ഒരു ബ്ലൂ ലൈറ്റ് നല്ല രീതിയിൽ തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ആൻഡ് ഇത് രാത്രി ചെറിയ ഒരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്തു. കാരണം രാത്രി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ലൈറ്റ് കത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇത് ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത്, അതായത് ഇയർബഡ്സ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. കമ്പനി പറയുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടുന്നില്ല, ഓൺ ചെയ്യാനുള്ള ഓപ്ഷനില്ല. ഇത് ഓട്ടോമാറ്റിക് ഡിവൈസ് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ പേടിക്കുകയൊന്നും വേണ്ട. ബട്ട് നൈറ്റ് ടൈമിൽ എനിക്ക് എന്തോ ചെറുതായിട്ടൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു. ആൻഡ് ഇയർബഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയർബഡ്സ് ദാറ്റ് ഈസ് സോ ഓസം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പ്രത്യേകിച്ച് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു വൈറ്റ് കളർ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം വെയിലത്ത് കൊണ്ടുപോട്ടെ, എവിടെ കൊണ്ടുപോട്ടെ, നല്ല രീതിയിൽ തന്നെ പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ലൈറ്റ് ആവട്ടെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇയർബഡ്സിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും പറയുകയാണെങ്കിൽ എൻ്റെ ചെവിയിൽ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അതോടൊപ്പം ഇതിൻ്റെ അത് ടച്ച് കൺട്രോൾസ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ മ്യൂസിക്കൊക്കെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യാനും ഒരു ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് മാറ്റാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് സോ റിയലി ഓസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഗെയിമിംഗ് മോഡ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് എല്ലാവരും നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായ ബാറ്ററിയാണ് ചാർജിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 4000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ചാർജിങ് ടൈം ഏകദേശം 1 മണിക്കൂറാണ് ഇതിനകത്ത് വരുന്നത്. മ്യൂസിക് പ്ലേ ടൈം 5 hours. കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേയിങ് ടൈം, അതായത് ഇതിൻ്റെ ടോട്ടൽ ലാസ്റ്റ് പ്ലേയിങ് ടൈം വരുന്നത് 20 hours ആണ്. നമുക്ക് 20 hours to 24 hours വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് 1 day ഒക്കെ ഈ ഒരു സംഭവം സുഖമായിട്ട് പോകുന്നതാണ്. ബാറ്ററി നമുക്ക് 50 mAh ഒരു ബാറ്ററിയാണ് ഒരു ഇയർബഡ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 5 watt നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് വരുന്നത് 10 mm മാത്രമേ വരുന്നുള്ളൂ. 20 Hz to 20K kHz വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. ആൻഡ് ലാറ്റൻസി 65 ms ആണ് വരുന്നത്. ഇതിൻ്റെ ഡ്രൈവർ സൈസ് 12 mm ടൈറ്റാനിയം കോട്ടഡ് ഡ്രൈവേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഓവറാൾ ഇതിൻ്റെ ഇന്നത്തെ ഒരു അൺബോക്സിങ് ആൻഡ് ഷോർട്ട് റിവ്യൂ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം അത്രയ്ക്ക് പവറുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇത്രയും നിങ്ങളൊന്ന് ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളം പറത്തി വയ്ക്കുക.
ഇതേപോലത്തെ കിടിലം വീഡിയോസിന് വേണ്ടി തിരിച്ചാണ് വെയിറ്റ് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാവും.